ന്യൂസ് മലയാളത്തിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ച് ന്യൂസ് ഡെസ്കും ബ്യൂറോകളും ന്യൂസ് മലയാളം ന്യൂസ് തമിഴ് ചാനലുകളുടെ ചെയർമാൻ സഖിലൻ പത്മനാഭൻ, ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദിഖ് എന്നിവർ പ്രേക്ഷകർക്കും ജീവനക്കാർക്കും സ്നേഹാശംസകൾ നേർന്നു. ഒറ്റ വർഷം കൊണ്ട് മലയാളം ന്യൂസ് ചാനൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ന്യൂസ് മലയാളം റേറ്റിംഗ് പട്ടികയിൽ പോയിന്റ് നില വീണ്ടും ഉയർത്തിയ ദിവസം തന്നെയായിരുന്നു പിറന്നാൾ ആഘോഷവും. ന്യൂസ് മലയാളത്തിന്റെ 365 ദിവസങ്ങൾ മലയാളം വാർത്താ പ്രക്ഷേപണത്തിന് പുതിയ ദിശാബോധം നൽകിയ ഒരു വർഷം. ഓരോ റേറ്റിംഗ് പട്ടിക പുറത്തു വരുമ്പോഴും പടിപടിയായി റേറ്റിംഗ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് മലയാളം 24/7. കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷകർ അർപ്പിച്ച വിശ്വാസത്തിന് ചാനൽ ചെയർമാൻ സഖിലൻ പത്മനാഭൻ നന്ദി പറഞ്ഞു. ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ബൈ ഇലക്ഷൻ ഒരു ഫീവർ സ്റ്റാർട്ടായി, അതിൻ്റെ പനി തുടങ്ങി. ജൂൺ 19, 23 കൗണ്ടിങ്. എന്തായാലും ഈ സ്പീഡിൽ നമ്മുടെ 2026 ഇലക്ഷൻ നോക്കി നമ്മുടെ യാത്ര തുടങ്ങണം. ആ യാത്ര പറയുന്നത് വളരെ സ്പീഡായിട്ടുണ്ടാവും. എല്ലാവരും പറയുമ്പോൾ കണ്ടന്റ് കിങ് ആണെന്ന് പറഞ്ഞതിൽ ഒരു കോംപ്രമൈസ് ഇല്ല. മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വാർത്താ സമീപനം ന്യൂസ് മലയാളം തുടരുമെന്ന് MD അബൂബക്കർ സിദ്ദിഖ്. നിലവിലുള്ള ഫോർമാറ്റിൽ തന്നെ തുടങ്ങിയ ആ ചാനലുകൾ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടന്റ് വളരെ വേഗതയിൽ കൊടുക്കുകയാണ്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ നമ്മൾ 4ാം സ്ഥാനത്തെത്തും. തർക്കമില്ലാത്തതാണ്. പിന്നെ നമുക്ക് ക്രമേണ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം. സെൻസേഷണലിസത്തിനും കെട്ടുകാഴ്ചകൾക്കും അപ്പുറം ആഴത്തിലുള്ള വസ്തുതാന്വേഷണം എന്ന ന്യൂസ് മലയാളം ശൈലി സ്വീകരിച്ച പ്രേക്ഷകർക്കാണ് ന്യൂസ് മലയാളം നേടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരത്തിന്റെ ക്രെഡിറ്റ് എന്ന് ന്യൂസ് ഡയറക്ടർമാരായ TM ഹർഷനും സനീഷും. അധ്വാനം മാത്രമാണ് നമ്മുടെ കൈമുതലായി ഉണ്ടായിരുന്നത്. ആ അധ്വാനം മാത്രമല്ല, അതോടൊപ്പം നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, വാർത്ത എങ്ങനെ പോകണമെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയിൽ നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു സംശയവും വേണ്ട, നമ്മളുടെ പ്രയാണം നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അടുത്ത വാർഷികത്തിൽ നമ്മൾ ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നമ്മൾ പോകും. നല്ല ജേർണലിസം ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ചാനലായി തന്നെ മുമ്പോട്ട് പോകും. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടീമിന് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് വെക്കാൻ നമ്മുടെ മാനേജ്മെന്റിന് സാധിക്കുകയും അങ്ങനെ തന്നെ വിജയിക്കാനായിട്ട് ടീമിനെ തന്നെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. ഡെന്നിൽ മാത്രമാണ് ചാനൽ വരാത്തത്. ഡെന്നിലെ ചാനൽ വരാൻ പോവുകയാണ്. LCA നമ്പർ 43. ഓക്കെ. മധുരം പങ്കിട്ട് ഒന്നാം പിറന്നാൾ ആഘോഷിച്ച ശേഷം പ്രേക്ഷക പിന്തുണയുടെ കരുത്തും ആത്മവിശ്വാസവുമായി ന്യൂസ് മലയാളം വീണ്ടും വാർത്തകളുടെ ലോകത്തേക്ക്. പ്രേക്ഷകർക്ക് സ്നേഹാശംസകൾ.